കൊച്ചി ഇന്ദിരാഗാന്ധിയിൽ നിന്ന്. ഇന്ന് പുതിയ ടോപ്പിക്കാണ്. തുടങ്ങട്ടെ. BPSC 144 സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇൻട്രൊഡക്ഷൻ ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആണ് നമ്മൾ തുടങ്ങുന്നത്. ഇതിൽ ഏഷ്യൻ കൺട്രികളിൽ വരുന്ന എല്ലാ കൺട്രീസും വരും. അപ്പോൾ ഇതിൽ എങ്ങനെയായിരുന്നു നമ്മുടെ ഇന്ത്യ, എങ്ങനെയാണ് പാകിസ്ഥാൻ ഉണ്ടായത്, എങ്ങനെയാണ് ഓരോ റീജിയൻ വൈസാണ് ഇത് വരുന്നത്. ആദ്യത്തെ ലെസൺ വരുന്നത് സൗത്ത് ഏഷ്യ ആസ് എ റീജിയൻ. റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ലാൻഡ് മാസ്, അത് കുറേ ആൾക്കാരുണ്ടാവും, കുറേ നേഷൻസ് ഉണ്ടാവും. ഇതിനൊക്കെ കൂടെ ഒരു ജോഗ്രഫിക്കലി, അതായത് ഒരു കണക്ഷൻ ഉണ്ട്. ഈ കണക്ഷന് ഹിസ്റ്റോറിക്കലായിട്ടും സിവിലൈസേഷൻ ലിങ്ക്സും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, ലിംഗ്വിസ്റ്റിക്സും ഉണ്ട്, കൾച്ചറലായിട്ടുള്ള ഐഡൻറ്റിറ്റിയും അതെങ്ങനെയാണ് ഒരു എന്താ പറയുക ഒരു റീജിയണൽ കോഓപ്പറേഷൻ എങ്ങനെ കൊണ്ടുവന്നു, ഇതിനെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ടും പഠിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു റീജിയനിൽ നിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എറണാകുളത്ത് സംസാരിക്കുന്ന മലയാളം ഭാഷയുടെ സ്ലാങ് വ്യത്യാസമുണ്ട് കാലിക്കറ്റിലോ കണ്ണൂരിലോ തൃശ്ശൂരിലോ തിരുവനന്തപുരത്തോ സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇതിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഓരോ റീജിയനും അതിൻ്റേതായ ഒരു പ്രാധാന്യം ഉണ്ടാവും, അതിൻ്റേതായ പ്രാധാന്യത്തിന് കാരണങ്ങളും ഉണ്ട്. അപ്പം ഇത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ടാണ്, ഇത്തിരി സ്ലോ ആയിട്ടേ ലെസൺ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ബുക്സ് നിങ്ങളുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ വായിക്കണം. നല്ലപോലെ മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കുറച്ചുകൂടെ കാര്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത സ്ലൈഡ് നമ്മൾ പറയുന്നത് സൗത്ത് ഏഷ്യ ജോഗ്രഫി. ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡത്തിൻ്റെ ഇന്റേണലും എക്സ്റ്റേണലും ഓരോ രാജ്യത്തിൻ്റെ ലാപ്പിംഗ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പോയി ഒരു ജോഗ്രഫിക്കലി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായി ഒന്നിനൊന്ന് തൊട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ലാംഗ്വേജ് വൈസും വരുന്നത്, കൾച്ചറൽ വൈസും വരുന്നത്. അപ്പോൾ സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ലിങ്ക് ആയിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം. കാരണം നമ്മളിപ്പോൾ യൂറോപ്പ് എടുക്കുകയാണെങ്കിൽ ജർമ്മനി, അതിൻ്റെ അടുത്തുള്ള ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു യൂറോപ്യൻ ജോഗ്രഫിയാണ്. അവിടുത്തെ ക്ലൈമറ്റ് സിമിലർ ആയിരിക്കും, കുറേ വിധത്തിൽ അവളുടെ കൾച്ചറും സിമിലർ ആയിരിക്കും, ഭാഷകൾക്ക് വ്യത്യാസം ഉണ്ടാവും, എന്നാലും ഒരു ലിങ്ക് ഉണ്ടാവും, ഒരു കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ അതേമാതിരി തന്നെയാണ് ഇവിടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വരുന്നത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുമ്പോഴത്തെ ഏഷ്യ ഭൂഖണ്ഡം അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പല കൺട്രീസും വരുന്നുണ്ട്. ഇന്ത്യ മാത്രമല്ല ഏഷ്യ എന്ന് പറയുന്നത്. ബംഗ്ലാദേശ് ഉണ്ട്, ഭൂട്ടാനുണ്ട്, മാൽദീവ്സ് ഉണ്ട്, നേപ്പാളുണ്ട്, പാകിസ്ഥാനുണ്ട്, ശ്രീലങ്കയുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്. ഇതൊക്കെ വരുന്നത് മേജറായിട്ട് നമ്മൾ ഏഷ്യയിൽ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ കാലത്തെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. ഭാരതം എന്നായിരുന്നു, ഇന്ത്യയിൽ ഭാരതം എന്നായിരുന്നു. പക്ഷെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്താണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു നേഷൻ തന്നെ ഡെവലപ്പ് ആവുന്നത്. അതേമാതിരി തന്നെ ബംഗ്ലാദേശ്, അതേമാതിരി തന്നെ ഭൂട്ടാൻ, നേപ്പാളൊക്കെ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചിന്റെ താഴെ വരുന്ന ഒരു ഭൂഖണ്ഡം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട്. ഈ ജോഗ്രഫിക്കലി സൗത്ത് ഏഷ്യയുടെ ജോഗ്രഫിക്കലി ഇതൊക്കെ സിമിലാരിറ്റീസ് ഉള്ള കൺട്രികളാണ്. അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പോവേണ്ടത്. ഓക്കെ, അടുത്ത സ്ലൈഡിൽ നമ്മൾ കാണുന്നത് ഇതിനെ എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുമ്പോൾ മേജർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇന്ത്യ. അതിൻ്റെ കോണ്ടിനെന്റൽ പ്രസൻസ് ആണ് നമ്മൾ അതിനെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സബ് കോണ്ടിനെന്റിന്റെ കൂടെ തന്നെ ഈ സൗത്ത് ഏഷ്യയിൽ പല ലിങ്ക്സും പല രാജ്യങ്ങളും തൊട്ടടുത്ത് കിടക്കുന്നത് കൊണ്ടും സിമിലാരിറ്റി ഉള്ളത് കൊണ്ടും ഇതിനാണ് ഇന്ത്യയുടെ സബ് കോണ്ടിനെന്റിനാണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഈ സൗത്ത് ഏഷ്യയിൽ
നമ്മൾ ഏരിയ വൈസ് പഠിച്ചു വരുമ്പോൾ സൗത്ത് വെസ്റ്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വന്നിട്ടുണ്ടോ, നമ്മൾ ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഈ ട്രേഡ് കാരണം, ബിസിനസ് കാരണം അല്ലെങ്കിൽ ട്രേഡ് കാരണം പല വെസ്റ്റേൺ കൺട്രികളിലും അവർ ഇവിടെ നിന്ന് വന്ന് ഇവിടെ താമസിക്കുകയും ഇവിടെ നിന്ന് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുകയും, അപ്പൊ ബിസിനസ് ഡെവലപ്മെന്റ് വന്ന് അവരുടെ കൾച്ചറും നമ്മുടെ കൾച്ചറും തമ്മിൽ ഒരു മെർജ് ആകുകയും അതിൽ കൂടെ ആ റീജിയൻ അതിൻ്റെതായ കാൽക്കുലേഷൻസും അതിൻ്റെതായ വ്യത്യാസങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം എന്ന് വെച്ചാൽ, നമ്മുടെ ചരിത്രപരമായിട്ട് എടുത്തു നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ കൾച്ചർ വ്യത്യാസം, എങ്ങനെ വ്യത്യാസം, എന്തുകൊണ്ട് ഇത് മെർജായിട്ടും അത് ഇപ്പോഴും സ്റ്റെബിലൈസ് ആയിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അത് നിൽക്കുന്നു? കാരണം അത്രത്തോളം അടിത്തറ ഉറച്ചിട്ടുള്ള ഒരു കൾച്ചറാണ് ഇന്ത്യൻ കൾച്ചർ. അതേമാതിരി ഫിലോസഫിക്കൽ തോട്ടും നമുക്ക് അതുമാതിരി ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വരികയും ഇന്ത്യയുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് വന്നാലും ശരി, റീജിയനായിട്ട് ഡെവലപ്മെന്റ് ആയാലും ശരി, ഇന്ത്യൻ തോട്ടും ഇന്ത്യൻ കൾച്ചറിനും അതിൻ്റെ പുരാതന കാലം തൊട്ടുള്ള ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അത് നമുക്ക് ഇവിടെ എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇവിടെ ഈ ടേമിൽ നമ്മൾ ഒരു ടേം റുട്ടീനായിട്ട് പറയാറുള്ളത് റീജിയണലായിട്ട് മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ IMFO, വേൾഡോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ അസോസിയേഷൻ, റീജിയണൽ കോഓപ്പറേഷൻ ഉണ്ട്, സാർക്ക് എന്ന് പറയും. അപ്പോൾ സൗത്ത് ഏഷ്യൻ റീജിയൻസിന്റെ ഇതാണ് ഷോർട്ട് ഫോം ആണ് സാർക്ക് എന്ന് പറയാം. നമ്മൾ സാധാരണ ഇവിടെ നമ്മൾ പല സമയത്തും പേപ്പറിൽ കാണാറുണ്ട് സാർക്ക് സമ്മിറ്റ് നടത്തുന്നു. അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള പ്രധാനമന്ത്രിമാരോ അല്ലെങ്കിൽ രാജാവോ, അത് പ്രോബ്ലം ഒരേ സിമിലർ പ്രോബ്ലം ആയതുകൊണ്ട് അവര് അതിൻ്റെതായുള്ള ഒരു കോഓപ്പറേഷൻ ഉണ്ടാക്കി പരസ്പരം ഞങ്ങൾ സഹകരിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു മാർഗം തിരയുക എന്നുള്ളതാണ് ഇതുകൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സൗത്ത് ഈസ്റ്റ് ഏഷ്യയില് ഇങ്ങനത്തെ ഒരു സാർക്ക് സമ്മിറ്റ് നടത്തിയിട്ട് ഓരോ രാജ്യത്തിൻ്റെയും തലവന്മാര് ഇരുന്ന് ഡിസ്കസ് ചെയ്യും. അവരുടെ നാട്ടിൽ അവരെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് അതിന് എന്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എങ്ങനെ അതിനെ സോൾവ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് അവർ കണ്ടുപിടിക്കുന്നത്. സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വളരെ പോപ്പുലർ ആയിട്ടുള്ളതും നമുക്കിവിടെ നമ്മൾ വെസ്റ്റേൺ കൺട്രീനെയും വെസ്റ്റിനെയും യൂറോപ്പ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ചെക്കോസ്ലോവാക്യ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അവിടുത്തെ കണ്ടീഷൻസ് അനുസരിച്ച് അവിടെ പോപ്പുലേഷൻസ് കുറവാണ്, അതല്ലെങ്കിൽ ജനസംഖ്യ കുറവാണ്. പക്ഷെ ഏഷ്യൻ കൺട്രിയെ നോക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വെസ്റ്റേൺ കൺട്രിയും ഏഷ്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ജനസംഖ്യ കൂടുതലാണ്. വേൾഡിലെ തന്നെ 4ാമത്തെ ജനസംഖ്യ എന്ന് പറയാം. നമുക്ക് ചൈനയുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ചൈനയാണ്. അത് കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ ഇന്ത്യയുണ്ട്. അപ്പോൾ ഈ പ്രശ്നം, അതായത് ആ ഓരോ രാജ്യത്തിലുമുള്ള അവരുടെ ജനസംഖ്യ കൂടുതലായാൽ അവരുടെ പ്രോഗ്രസിനെയും അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഈ പോപ്പുലേഷന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പോപ്പുലേഷൻ കാരണം ഓരോ റീജിയൻ വൈസും ഓരോ ലാംഗ്വേജ് വൈസും അല്ലെങ്കിൽ റിലീജിയസ് വൈസും ഒരു രാജ്യവും അടുത്ത രാജ്യവും തമ്മിൽ വ്യത്യാസം വരും. അപ്പോൾ ആ വ്യത്യാസം കാരണം അവർക്കുള്ള ഒരു മാനസിക ഫീലിങ്സ് അല്ലെങ്കിൽ മാനസികമായിട്ട് അവർക്കൊരു അന്തരം ഉണ്ടാവുന്നുണ്ട്. അന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പോപ്പുലേഷൻ ഇൻക്രീസ് ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്ന ആദ്യകാലങ്ങളിൽ ഇന്ത്യൻ രാജ്യത്തെ എടുത്തു നോക്കുമ്പോൾ ഇവിടെ ഹിന്ദുസിന്റെ മതമാണ് മതത്തിനെ പറ്റി ഞാൻ കൂടുതൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ എങ്കിലും നമുക്ക് പറയേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് എടുത്തു പറയുന്നു മാത്രം. മതപരമായി നമ്മൾ ആദ്യകാലം തൊട്ട് വേദാസ് ടൈം തൊട്ട് നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട്, മതം
അല്ലെങ്കിൽ ഓരോ മനുഷ്യർ വിശ്വസിക്കുന്ന ചരിത്രങ്ങൾ, അതിൽ ഈ ഋഗ്വേദിക് ടൈമിൽ വേദിക് പീരീഡ്, ലേറ്റർ വേദിക് പീരീഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. വേദിക് പീരീഡിൽ എഴുതിയ 4 വേദങ്ങള് ഋഗ്വേദം, അഥർവേദം, സാമവേദം ആൻഡ് യജുർവേദം. ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരും അതിന്റെ റൂൾസ് ആൻഡ് റിച്വൽസിനെ ഫോളോ ചെയ്യുന്നവരാണ് ഹിന്ദുസ്. പിന്നെ ഇതിൽ കുറച്ച് അവരുടെ മേധാവിത്വം കൂടിയപ്പോൾ, അല്ലെങ്കിൽ മേധാവിത്വം കൂടി അതിൽ റിലീജിയസ് പ്രോബ്ലംസ് വന്നപ്പോഴാണ് അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. മാറി ചിന്തിച്ചു വരുമ്പോഴാണ് ലേറ്റർ സ്റ്റേജിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ ബുദ്ധിസവും ജൈനിസവും വളർന്നു കാണുന്നു. ഈ ബുദ്ധിസവും ജൈനിസവും വളർന്ന പ്രകാരം അതിന്റെ വെച്ചിട്ട് അതിൽ കുറച്ചുകൂടെ ഇതിന്റെ അടിസ്ഥാനം ഇതൊക്കെ തന്നെയാണെങ്കിൽ കൂടിയും കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു താരതമ്യേന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫോമിലാണ് ജൈനിസവും ബുദ്ധിസവും പോകുന്നത്. ഹിന്ദുയിസത്തിൽ കാണുന്ന അത്രയും സ്ട്രിക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ള സ്പിരിറ്റ്സോ അല്ലെങ്കിൽ അതിന്റെ വിശ്വാസങ്ങളോ അത് നടത്തിക്കുകയോ ഒന്നും വരുന്നില്ല. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ഈ ജൈനിസവും ബുദ്ധിസവും ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായാൽ കൂടിയും കാലക്രമേണ അത് ഇന്ത്യയിൽ നിന്ന് മാറി അടുത്ത നെയ്ബർ രാജ്യങ്ങളായ പാകിസ്ഥാൻ, നേപ്പാളില്, ശ്രീലങ്കയില് ആണ് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് പോയത്. ഇവിടെ നിന്ന് മാറിപ്പോയി. കാരണം ഇവിടെ ഹിന്ദുയിസത്തിന്റെ ആധിപത്യം കൂടുതലാണ്. പതുക്കെ 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 അത് മാറി അവിടെ കുറച്ചുകൂടെ ഡീപ്പ് റൂട്ടഡ് ആയി എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ നമ്മളുടെ ലിംഗ്വിസ്റ്റിക്സ്, ലാംഗ്വേജസ്, നമ്മൾ വേദ സമയത്ത് പഠിച്ചു, സാൻസ്ക്രിറ്റ് നോളേജ് ഉള്ള ബ്രാഹ്മിൻസിനെ അത് വേദങ്ങൾ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബ്രാഹ്മണ മേധാവിത്യം ഉള്ളത് കൊണ്ടാണ് അവിടെ സാൻസ്ക്രിറ്റ് പഠിച്ച വേദ പണ്ഡിതന്മാര് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ അവരെ പ്രാധാന്യം കിട്ടുന്ന വിധത്തിൽ അവരതിനെ ഇന്റർപ്രിട്ടേഷൻ ചെയ്ത് ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അതായിരുന്നു ഈ കാലഘട്ടത്തിൽ പ്രാധാന്യമായിട്ടും മാറി ചിന്തിക്കാനുള്ള ഒരു കാരണം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഓരോ രാജ്യവും അതിൻ്റെതായ വ്യത്യാസം കൊണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നോർത്തേൺ ബെൽറ്റ്, ഇപ്പൊ നമ്മൾ ഇന്ത്യയെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ഭൂകമ്പം ഇന്ത്യൻ ഭൂപടം എടുത്താൽ, ആദ്യകാലത്തെ ഭൂപടം എടുത്താൽ അത് വെസ്റ്റില് നമ്മൾ നോക്കിയാൽ ഇപ്പൊ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ ഭാരത് എന്നുള്ളത് ഈ വെസ്റ്റേൺ സൈഡ് തൊട്ട് ഇങ്ങനെ വലിയ ഒരു ഭൂഖണ്ഡമായിട്ടാണ് കാണുന്നത്. അതിൽ നമ്മൾ കാര്യമായിട്ട് കാണുന്നത് ഹിമാലയൻ ബെൽറ്റ്, സദേൺ പെനിൻസുല, ഈ ട്രയാങ്കുലർ ഷേപ്പില്, അല്ലെങ്കിൽ നമുക്ക് പറയാം പെനിൻസുല, സദേൺ പെനിൻസുല. ഐലൻഡ് എന്ന് വെച്ചാൽ 4 വശവും വെള്ളം ചുറ്റപ്പെട്ടത്. പെനിൻസുല എന്ന് വെച്ചാൽ 3 വശവും വെള്ളം ചുറ്റപ്പെട്ടത്. അപ്പൊ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 3 വശത്തിലും, ഒന്ന് ബേ ഓഫ് ബംഗാൾ, ഒന്ന് ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് അറേബ്യൻ സീ, ഇങ്ങനെ 3 വലിയ മഹാസമുദ്രങ്ങൾ സൗത്ത് ഇന്ത്യയെ കവർ ചെയ്ത് വരുന്നത് കൊണ്ടാണ് അത് സദേൺ പെനിൻസുല എന്ന് വരുന്നത്. പിന്നെ അതിന്റെ നേരെ മേലെ നമുക്ക് പ്ലാറ്റ്യൂ ഉണ്ട്, ഡെക്കാൻ പ്ലാറ്റ്യൂ ഉണ്ട്. അപ്പോൾ ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ മധ്യ ഇന്ത്യ എന്ന് പറയാം. ആ മധ്യ ഇന്ത്യ കഴിഞ്ഞിട്ട് അതിന്റെ നേരെ മേലെ വരുന്നതാണ് നോർത്തില്, ഈസ്റ്റേൺ സൈഡില് ഇൻഡോ ഗാൻജറ്റിക് ഏരിയയും ആൻഡ് ലെഫ്റ്റ് സൈഡില് ഗുജറാത്തിന്റെ അവിടെ ഡെസേർട്ട് പ്ലെയിൻസും. ഇപ്പൊ ഇതിൽ തമ്മിലുള്ള വ്യത്യാസങ്ങള്, ഈ ഗാൻജറ്റിക് പ്ലെയിനില് ഗംഗാ നദീ തീരം, അതുകൊണ്ടാണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനെ ഗംഗാ നദീ തീരം എന്നുള്ള ഒരു പേര് തന്നെ കിട്ടുന്ന കാരണം ആദ്യകാലങ്ങളിൽ ഈ ആൾക്കാർ താമസിക്കുകയും അവിടെ ചരിത്രങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതും പിന്നെ നമ്മൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് പല പ്രാവശ്യം. പോപ്പുലേഷന്റെ പല കാരണങ്ങളാൽ അത് ഡീക്കേ ആവുന്നു, അല്ലെങ്കിൽ അത് താഴ്ന്നു പോകുന്നു, പിന്നെയും കയറി വരുന്നു. അപ്പോ ആ ഗാൻജറ്റിക് പ്ലെയിനും ഡെസേർട്ട്, നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള ഡെസേർട്ടും ഇന്ത്യയിലെ വെസ്റ്റേൺ സൈഡിലും ഉണ്ട്. അപ്പോ ഈ പോപ്പുലേഷൻ
ഓരോ സ്ഥലത്ത് എവിടെയായിരിക്കും താമസം സൗകര്യം കൂടുതലുള്ളത്, അവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും, അതാണ് കൂടുതലായിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ പോപ്പുലേഷൻ കൂടാനുള്ള കാരണം. ഇനി ഫീച്ചേഴ്സ്, ഇവിടെ ഇന്ത്യൻ ഫീച്ചേഴ്സിൽ 3 ഫീച്ചേഴ്സ് നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നമ്മൾ ജോഗ്രഫിക്കൽ ടെംപ്ലേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഐലൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ശ്രീലങ്ക നമ്മുടെ സൗത്തില് ഓൺ ദ സൈഡിൽ വരുന്ന ശ്രീലങ്കയും മാൽദീവ്സും ഇന്റർലോക്ഡ് സ്റ്റേറ്റ്സ് ആണ്. അതേമാതിരി ഐലൻഡ്സ് ആണ്. അതിന് ചുറ്റും ശ്രീലങ്കയ്ക്ക് ചുറ്റും മാൽദീവ്സ് ചുറ്റും കടലാണ്. പല കടലുകൾ ഇങ്ങനെ ചുറ്റപ്പെട്ട്, കടലാൽ അല്ലെങ്കിൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് ഐലൻഡ്. പെനിൻസുലയിൽ വരുമ്പോൾ 3 സൈഡ് വെള്ളവും അല്ലെങ്കിൽ കടലും 4ാമത്തെ സൈഡ് കരയുമായിട്ട് ചേർന്ന് അങ്ങനെ പോകുന്നു. അതാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചർ. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇമേജ് ഇന്റർസെക്ഷനിൽ ഇവിടെ അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, അതായത് ഇന്ത്യ ഭൂപടം എടുത്താൽ ഭൂട്ടാൻ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ ഈ ഭാഗങ്ങളൊക്കെ ഇന്റർലോക്ക് ചെയ്ത സ്റ്റേറ്റുകളാണ്. അതായത് ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്ന് അതിങ്ങനെ മെർജായി വരുന്നതിനെയാണ് നമ്മൾ ഇന്റർലോക്ക് എന്ന് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഹിമാലയൻ മൗണ്ടൻ റീജിയൻസിന്റെ താഴെ ഹിമാലയത്തിന്റെ അടിവാരത്ത് ഉണ്ടായ നാടുകളാണ് നേപ്പാളും ഭൂട്ടാനും അഫ്ഗാനിസ്ഥാനൊക്കെ. അപ്പൊ അതിങ്ങനെ മെർജായിട്ട് വരികയാണ്. മെർജായിട്ട് വരുമ്പോഴും അവർക്കും എന്തുകൊണ്ടാണ്, നമ്മൾ ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ഈവൻ ഈ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് വന്നിട്ട് ഒരു കടലിൽ നമുക്ക് പ്ലേറ്റ്യൂസ് ഉണ്ട്. ഈ പാലിന്റെ മേലെ ആട പൊങ്ങിക്കിടക്കുന്ന മാതിരിയാണ് നമ്മളുടെ ലാൻഡ് സർഫസ് ഓൺ ദ വാട്ടർ. അപ്പോൾ അതിങ്ങനെ വരുമ്പോൾ അതിങ്ങനെ പണ്ട് ആദ്യകാലങ്ങളിൽ ഇത്രയും ഹിമാലയൻ മൗണ്ടൻസ്, അതായത് കുറച്ചുകൂടെ താഴെയായിരുന്ന ഇന്ത്യ സമുദ്രത്തിലായിരുന്നത് ഇങ്ങനെ കയറി വന്ന് അതിങ്ങനെ മെർജായി അങ്ങനെ ആ കടല് സമാന്തരപ്പെട്ട അല്ലെങ്കിൽ മല മാതിരി പൊങ്ങി വരികയും അത് ഫ്രോസൺ ആവുകയും ചെയ്തിട്ടാണ് ഹിമാലയൻ മൗണ്ടൻ ഉണ്ടായതെന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചു. ആയിരിക്കാം. വർഷങ്ങളോളം സമയമെടുത്താലേ അല്ലെങ്കിൽ യുഗങ്ങൾ കഴിഞ്ഞാലേ അങ്ങനത്തെ ഒരു ഫീച്ചറിലേക്ക് വരുന്നുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഏതൊക്കെ കൺട്രികളാണ് പരസ്പരം ഷെയർ ചെയ്യുന്നത്. ഷെയർ ചെയ്യുന്നത് പറയുമ്പോഴത്തേക്കും അവരുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഷെയറും അതേമാതിരി വാട്ടർ ഷെയറും. ഈ ക്രോസ് കൺട്രി റിവർ വാട്ടർ ഷെയർ ഇന്ത്യയും പാകിസ്ഥാനും, ബിക്കോസ് അതെങ്ങനെയാന്ന് വെച്ചാല് ഗംഗ ഇങ്ങനെ ഇറങ്ങി വന്ന് അതിങ്ങനെ ഒഴുകി, വെള്ളം എപ്പോഴും താഴോട്ടാണ് ഒഴുകുന്നത്. ഈ താഴോട്ട് ഒഴുകുമ്പോൾ അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല, അതെങ്ങനെ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റിവർ വാട്ടർ ഇത് ബംഗ്ലാദേശാണ് അല്ലെങ്കിൽ ഇത് ഇന്ത്യയാണ്, ഇത് പാകിസ്ഥാനാണ്, ഞാൻ ഇവിടെ ഒഴുകില്ല എന്ന് പറഞ്ഞ് നിൽക്കില്ല. വെള്ളം താഴോട്ട് ഒഴുകും. അങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ ഓരോ രാജ്യം വഴി പോകുന്ന, നമ്മള് ഇവിടെ സൗത്ത് ഇന്ത്യയില് എന്തുകൊണ്ടാണ് കർണാടക, കേരള, തമിഴ്നാട് ഒരു കാവേരി ഇഷ്യൂ ഉണ്ട്, വാട്ടറിന്റെ കാവേരി ഇഷ്യൂ ഉണ്ട്. കാവേരി തുടങ്ങുന്നത് തലൈക്കാവേരി എന്ന് പറഞ്ഞിട്ട് നോർത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ കർണാടക റീജിയനാണ്. പക്ഷെ അതിങ്ങനെ വരുന്നു. അപ്പൊ ആ പ്രശ്നം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു രാജ്യത്തിനും അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സമൂഹത്തിന് അതിന് ഇത് ഞങ്ങളുടെ മാത്രം കുത്തകയാണെന്ന് പറഞ്ഞു നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഷെയറിങ് വരുന്നു. ബൗണ്ടറിയും ഷെയറിങ് ഉണ്ട്. ബൗണ്ടറി എന്ന് വെച്ചാൽ അതിർത്തിയുമായിട്ടുള്ള ഷെയറിങ് ഉണ്ട്. അതിർത്തിയായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രിക്ഷന് കാരണങ്ങൾ ഉണ്ടാകാം. ചാൻസസ് എല്ലായിടത്തും ഉണ്ടല്ലോ. പരസ്പരം ഫ്രിക്ഷൻ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരസുകൾ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ചെറിയ വഴക്കുകൾക്കുള്ള കാരണങ്ങൾ ഉണ്ടാവാം. എന്തൊക്കെ കാരണങ്ങളാ വെച്ചാൽ ഒരു പോയിന്റിൽ നമ്മൾ പറയുന്നതാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് വേണം. നമ്മൾ ഒരു വാട്ടർ ട്രീറ്റി സൈൻ ചെയ്തു 1960. അതിൽ ഗംഗ വാട്ടർ സൗത്ത് ഏഷ്യയില് ഒരു റീജിയൻ ടെറിട്ടറി ആയിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്
ഇവരൊക്കെ 3 പേരും 3 കൺട്രികളും ഈ ബൗണ്ടറിയും ഷെയർ ചെയ്ത് വരുന്നു, വെള്ളവും ഷെയർ ചെയ്ത് വരുന്നു. കോമൺ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ബോർഡേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇന്ത്യയും ബാക്കിയുള്ള കൺട്രികളും തമ്മിൽ ഓപ്പൺ ബോർഡേഴ്സ് നമ്മൾ സാധാരണ കാണാറുണ്ട് ഇല്ലീഗൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ ട്രാഫിക്കിംഗ്. അത് എന്താ വെച്ചാല് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും അടുത്തടുത്ത കൺട്രികളാണ്. പാകിസ്ഥാൻ നമ്മുടെ 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്താണ് പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാവുന്നതിന്. അതിനു മുമ്പ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യമില്ല. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഇല്ലീഗൽ ആവുന്നത്? ലീഗലി അവര് അവിടെ നിന്ന് മാറി അല്ലെങ്കിൽ പല വിധത്തിലും മൈഗ്രേഷൻ ചെയ്യാറുണ്ട് ആൾക്കാർ, ട്രാഫിക്കിംഗ് ചെയ്ത് വരുന്നുണ്ട്. അവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു സൗകര്യം വരിക, അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക, അവർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് താമസിച്ചാൽ കൂടുതലായിട്ട് സൗകര്യങ്ങൾ കിട്ടും എന്നുള്ള ഒരു തോന്നല്, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിദ്വേഷം കാരണവും നമ്മൾ ഈ ടെററിസ്റ്റ് അങ്ങനെയാണല്ലോ വരുന്നത്, ക്രോസ് കൺട്രിയിൽ വരുന്നു. അവര് കരവഴിയും വരും, കടൽ വഴിയും വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഇല്ലീഗൽ ആയിട്ട് വരുന്ന ആൾക്കാരെയാണ് മൈഗ്രേഷൻ എന്ന് പറയാം. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് പോകുമ്പോൾ അവരെ മൈഗ്രേഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ 2 നേഷൻസ് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് കാരണങ്ങളാവുന്നു. ഈ അഭിപ്രായ വ്യത്യാസം അവര് മതപരമായിട്ടുണ്ടാകാം, പോളിസീസ് പ്രകാരം ഉണ്ടാവാം. നമ്മൾ കാശ്മീരിലെ ഒരു ഹിന്ദു പണ്ഡിറ്റ്, അതായത് ഇന്ത്യ ഫ്രീഡം കിട്ടുന്ന സമയത്ത് കാശ്മീർ രാജാക്കന്മാരോട് ചോദിച്ചു ഇന്ത്യയോട് കൂടി ചേരണമോ പാകിസ്ഥാനോട് കൂടി ചേരണമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഭാഗം പ്രോവിൻസ് ഭരിച്ചിരുന്ന രാജാക്കന്മാര് ഇല്ല, ഞങ്ങള് ഇന്ത്യയുടെ കൂടെ തന്നെ നിൽക്കുന്നുള്ളൂ എന്നൊരു അഭിപ്രായം ഉള്ളത് കൊണ്ടാണ് അതവിടെ കാശ്മീർ വാലി നമ്മുടെ പാർട്ടിൽ വന്നത്, അല്ലെങ്കിൽ അത് പോയേനെ. അപ്പോൾ ഇപ്പോൾ അത് അവർക്ക് വേണമെന്നുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ടും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ബോർഡേഴ്സ് തമ്മിലെ ഡിസ്പ്യൂട്ട് അതേമാതിരി തന്നെ നമുക്ക് താഴെ ഇന്ത്യയുടെ സദേൺ സൈഡ് നോക്കുകയാണെങ്കിൽ ശ്രീലങ്കയിലും കാണാം. പാക് സ്ട്രീറ്റും തമ്മിലും ഇന്ത്യക്കും ബംഗ്ലാദേശും തമ്മിൽ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ചുകൂടെ വിശദമായിട്ട് പരാമർശിക്കാം. ഇനി സൗത്ത് ഏഷ്യയുടെ ഹിസ്റ്ററി എന്താന്ന് നോക്കിയാല് ഇതിലെ പല കാരണങ്ങളാലും മോഡേൺ സൗത്ത് ഏഷ്യക്ക് ഒരു പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. അത് ഏത് സമയത്താണ് വരുന്നത് വെച്ചാൽ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളുള്ള കാലത്ത്. കാരണം വരുത്തറാണ് ബ്രിട്ടീഷ് ട്രേഡേഴ്സ്. അവര് വന്നു ഇവിടെ താമസിച്ചു, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിന് വേണ്ടി അവരിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. എങ്കിലും സർട്ടൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചേഴ്സും പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സും അവർ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ നാടുകളിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ അവരുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയും അതിനെ പിന്നെയും അത് എസ്റ്റാബ്ലിഷ്ഡ് ആക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേമാതിരി കാരണം നമ്മൾ ഈ ഏറ്റവും പ്രധാനമായിട്ട് പറയാവുന്നത് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷ നമുക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ആ സമയത്ത് പാലി ഉണ്ട്, സംസ്കൃത് ഉണ്ട്, തമിഴ് ഉണ്ട്, ബംഗാളി ഉണ്ട്, മലയാളി ഉണ്ട്, അല്ലെങ്കിൽ പലവിധ ഭാഷകളുണ്ട്. പക്ഷെ അത് നാഷണൽ ലാംഗ്വേജ് ആയിട്ട് വരുന്നില്ല. ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആക്കി കൊണ്ടുവരാനാണ് ഇംഗ്ലീഷ് പഠനം, ഇംഗ്ലീഷ് വഴി പഠിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കാര്യങ്ങൾ വഴി ഇംഗ്ലീഷ് ഉപയോഗിച്ച് ലാംഗ്വേജ് ഉപയോഗിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളത് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഇവിടെ. അതിനെ ഒരു കോമൺ ആയിട്ട് സൗത്ത് ഏഷ്യ മുഴുവനും ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ്. കാരണം തൊട്ടടുത്ത ലാംഗ്വേജ് തൊട്ടടുത്ത കൺട്രിയിൽ അല്ലെങ്കിൽ രാജ്യത്ത് സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ പിന്നൊന്ന് നമുക്ക് ഉദ്ദേശിക്കാനുള്ളത് ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റിയാണ്. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ രാജ്യത്തെ ആദ്യ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഏർലി സിവിലൈസേഷൻ 4 സിവിലൈസേഷൻ ആണ് ഉള്ളത്. അത് ഒന്ന് ചൈനയില്, പിന്നൊന്ന് ഈജിപ്തില്, പിന്നൊന്ന് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് വാലിയില്,
പിന്നെ ഒന്ന് ഇൻഡസ് വാലിയിൽ. ഈ 4 ഏർലി സിവിലൈസേഷൻ മുഴുവനും ഈ സൈഡിലാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിന് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, വെള്ളത്തിന്റെ ഭാവം അല്ലെങ്കിൽ ഈ എല്ലാ സിവിലൈസേഷനും ഡെവലപ്പ് ആയിട്ടുള്ളത് നദീതീരത്താണ്. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നതും നൈൽ വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നതും അതേമാതിരി ഹാങ്വ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ എല്ലാം നദീതീരമാണ്. അതുകൊണ്ടാണ് നമ്മൾ നദീതീര എന്നുള്ള ഒരു വേർഡ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആര്യന്മാരുടെ വരവ്, അത് കഴിഞ്ഞിട്ടാണ് ലേറ്റർ ഓൺ ഈ നമ്മുടെ ഇന്ത്യയിൽ വന്ന ഈ ബ്രാഹ്മണത്വം അല്ലെങ്കിൽ ഹിന്ദുയിസത്തിൽ വന്ന ബ്രാഹ്മിക് റിജിഡ് ആയിട്ടുള്ള ബ്രാഹ്മിൻസിന്റെ പോളിസീസും മാറ്റി ചിന്തിക്കാനും കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചിന്തിക്കാനും ആ രാജാക്കന്മാരായ ബുദ്ധനും ശ്രീബുദ്ധനും മഹാവീരനും ആലോചിക്കുകയും അങ്ങനെ സിംപ്ലിഫൈഡ് ഫോമിലാണ് ബുദ്ധിസവും ജൈനിസവും ഉണ്ടാവുന്നത്. ഇവിടെ നമ്മള് ഒരു പ്രത്യേകത വരുന്നത്, ആ കാലഘട്ടത്തിൽ അറബ് കൺട്രികളിൽ ഉണ്ടായ ഒരു ഇസ്ലാമിക് വേവ് ലെങ്ത് അല്ലെങ്കിൽ തോട്ട്, വിചാരം, മുഹമ്മദ് നബിയുടെ വിചാരവും അല്ലെങ്കിൽ അങ്ങേര് ഈസ് എ ടീച്ചറാണ്, എല്ലാ ലോകത്തിലുള്ള എല്ലാ സാരാംശത്തിലും എല്ലാത്തിലും ദൈവത്തിനെ കാണാൻ പഠിപ്പിക്കുക, അങ്ങനത്തെ ആ ഒരു പോളിസികളിൽ കൂടെ ഇസ്ലാമിക് റൂള് അവരുടെ അറബ്സിന്റെ വരവോടുകൂടി ഇന്ത്യയിൽ അതുവരെ അറിവില്ലായിരുന്നു, അത് അങ്ങനെ വന്നു. അതിനുശേഷം ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ ട്രേഡേഴ്സ് വരുന്ന ശേഷമാണ് നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റിനെ പറ്റിയും ഇന്ത്യയിൽ അറിയുന്നത്. അപ്പോ ഓരോ ആൾക്കാരുടെയും വരവും അവരുടെ ഇൻഫ്ലുവൻസും കാരണം അതിന്റെ ആ രാജ്യങ്ങളിൽ ഏതേത് രാജ്യങ്ങളിലാണോ വന്നിട്ടുള്ളത് അവിടെ ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയും ഒരു സിഗ്നിഫിക്കന്റ് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസ്പാരിറ്റി. ഡൈവേഴ്സിറ്റിയും ഡിസ്പാരിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം മാക്സിമം വലുതാണ്. ലാൻഡ് മാസില് 70% പോപ്പുലേഷനും അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള പെർസെൻറ്റേജിലുള്ള റിസോഴ്സസ് ഉള്ളത് സൗത്ത് ഏഷ്യയിലെ ഇന്ത്യയാണ്. ബാക്കിയുള്ള കൺട്രികളിലൊന്നും അത്രയ്ക്ക് ഇല്ല. എന്നാൽ കൂടെയും അവിടെ ഒരു ഇങ്ങനെ തന്നെ വ്യത്യാസം നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ രാജ്യത്തിലുള്ള ഇത്രയും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടെയും നമ്മൾ ഒരു വേർഡ് ഇന്ത്യൻ ചരിത്രത്തിൽ ഉപയോഗിക്കാറുണ്ട്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഡൈവേഴ്സ് ആയിട്ട് പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, മതപരമായിട്ട് വ്യത്യാസം ഉണ്ടാകാം, ലാംഗ്വേജ് പരമായിട്ട് വ്യത്യാസം ഉണ്ടാകും, ആഹാരത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടെയും ഭാരതീയൻ എന്നുള്ള ഒരൊറ്റ യൂണിറ്റി അവിടെ വരുന്നത്. അതിനാണ് നമ്മൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, ഞാൻ ഭാരതീയനാണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ കൂടിയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും കൂടുതലായിട്ടുള്ള പ്രഷറും മാസും ഇന്ത്യ ഉണ്ടുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു കൊളാബറേറ്റീവ് സ്റ്റേറ്റസ് ആണ്. നമ്മൾ പരസ്പരം മനസ്സിലാക്കി, അല്ലെങ്കിൽ ക്ലൈമറ്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് പോകും. ബംഗ്ലാദേശിലും മഴ പെയ്യുന്നുണ്ട്, ഇന്ത്യയിലും മഴ പെയ്യുന്നുണ്ട്, എർത്ത് ക്വേക്സ് ഉണ്ട്. ചൈനയിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് ചൈനയിൽ എന്തൊരു ഫ്ലഡ്സ് ആയിരുന്നു. അപ്പൊ ചൈനയിലും ഫ്ലഡ് ഉണ്ട്, ഇന്ത്യയിലും ഫ്ലഡ് ഉണ്ട്, എർത്ത് ക്വേക്സ് ഉണ്ട്. ഇതൊക്കെ കാരണം ആ ജോഗ്രാഫിക്കലി സമതലത്തിൽ കിടക്കുന്ന ഓരോ രാജ്യത്തിന്റെ സ്ഥാനം കൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളും ഒരേമാതിരി സിമിലർ ആയിട്ടുണ്ടാവും. ഇനി ബ്രോൺസ് ഏജ് സിവിലൈസേഷനിൽ നമ്മൾ പഠിച്ചു ആ കാലഘട്ടങ്ങളിൽ, അതായത് സൗത്ത് ഏഷ്യ 2600 BC തുടങ്ങി 1900 BC വരെ നമ്മൾ മേജറായിട്ട് പഠിച്ചിട്ടുള്ള ബ്രോൺസ് ഏജിന്റെ റെമിനിസൻസ് അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ കണ്ടത് ഇൻഡസ് വാലിയിലാണ്. ഇൻഡസ് റിവറിന്റെ നദീതീരത്താണ്. അത്
ഇപ്പോൾ നമ്മളുടെ ഇന്ത്യ ഭൂചരിത്രത്തിൽ ഇല്ലെങ്കിൽ കൂടിയും അത് പകുതി പാകിസ്ഥാനിൽ പോയി. ഇപ്പോഴത്തെ മോഡേൺ പാകിസ്ഥാൻ. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ പാകിസ്ഥാൻ ഇല്ല, നമ്മളുടെ ഭാരതമാണ്. ഈ ഇൻഡസ് റിവർ ഭാരതത്തിന്റെ റിവറാണ്, അല്ലെങ്കിൽ ഭാരതത്തിന്റെ നദിയിൽ ആണ്. പക്ഷെ 1947 നമ്മൾ എപ്പോഴാണോ ഇന്ത്യ ഫ്രീ ആയത് അപ്പോഴാണ് ഈ വിഭജനം നടക്കുന്നത്, ഡിവിഷൻ നടക്കുന്നത്. ബൈ നേഷൻ തിയറി, 2 നേഷൻ തിയറി കൊണ്ടുവന്നു. ജിന്നയുടെ നിർബന്ധപ്രകാരം ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ എന്നുള്ള ഒരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കുകയും, അങ്ങനെ ഉണ്ടാക്കിയ സമയത്ത് ഈ ഭാഗം, അതായത് ഇൻഡസ് വാലിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവരുടെ ഏരിയയിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഈ സിവിലൈസേഷനിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് പ്രത്യേകമായിട്ട്? എങ്ങനെയാണോ സിറ്റി പ്ലാനിങ് ചെയ്യേണ്ടത്, urban പ്ലാനിങ്, എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം, ബ്രിക്ക് അല്ലെങ്കിൽ ഇഷ്ടിക, ചുടു ഇഷ്ടിക കൊണ്ടും മെറ്റൽ കൊണ്ടും ഹാൻഡിക്രാഫ്റ്റ് കൊണ്ടും വളരെ പ്രാധാന്യമുള്ള ഒരു സിവിലൈസേഷനാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ആ കാലഘട്ടത്തിൽ, അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിവിലൈസേഷൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ കാലഘട്ടങ്ങളിൽ ഈ ഭാഗങ്ങളിൽ, ഈ ഭൂഖണ്ഡത്തിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഉണ്ടാകുകയും അത് നാട് മുഴുവനും അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഏർലി സിവിലൈസേഷന്റെ ഒരു ഭാഗമാകുകയും ചെയ്തിട്ടുണ്ട്. ഇനി സാരമാനിക് മൂവ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? സാരമാനിക് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, മൂവ്മെന്റിന്റെ ഒരു ഈ ഹിന്ദുയിസത്തിൽ നിന്ന് ഒരു പതുക്കെ ഒന്ന് വ്യതിചലിക്കുക. എന്തുകൊണ്ടാണ് അത് വ്യതിചലിച്ചത്? കാരണം ഈ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ, അതായത് ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിനിൽ 1500 മുതൽ 500 BC വരെ നമ്മൾ കണ്ടു വേദാസ്, ഹിന്ദുസിന്റെ സ്ക്രിപ്ചേഴ്സ്, അല്ലെങ്കിൽ അവര് പ്രാക്ടീസ് ചെയ്തിരുന്നതും അല്ലെങ്കിൽ അവര് വിശ്വസിച്ചിരുന്നതും കോമ്പസിഷനും വേദങ്ങളും, ഋഗ്വേദം 4 വേദങ്ങളും, ആ വേദം പ്രകാരം ജീവിക്കുക, അതിനെ ദിനചര്യയിൽ കൊണ്ടുവരിക, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളതായിരുന്നു. അതിൽ നിന്ന് പതുക്കെ ഒന്ന് മാറി ചിന്തിച്ചു. നമ്മൾ ഈ വേദത്തിന്റെ കൂടെ തന്നെ 4 വേദത്തിന്റെ കൂടെ തന്നെ 4 വർണ്ണങ്ങളും കൂടെ പറയുന്നുണ്ട്. അതേമാതിരി ഒരു മനുഷ്യന്റെ ജീവിതരാശിയിൽ ബ്രഹ്മചര്യം, ഗൃഹസ്ഥ, വാനപ്രസ്ഥം ആൻഡ് സന്യാസം, ഇതാണ് 4 ഭാഗങ്ങൾ ഒരു മനുഷ്യന്റെ ജീവചരിത്രത്തിൽ, ഒരു ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ആ കടന്നു പോകുന്ന ഭാഗങ്ങൾ എന്ന് വെച്ചാൽ, ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ സ്റ്റുഡന്റ് ലൈഫ്, പെട്ടെന്ന് കയറി സന്യാസിയാവുകയല്ല, എല്ലാ ജീവിതത്തിൽ എല്ലാം അറിഞ്ഞു വേണം സന്യാസത്തിലേക്ക് പോവാൻ. അപ്പോൾ ബ്രഹ്മചര്യം. പിന്നെ വരുന്നത് നമ്മളുടെ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ലൈഫാണ് ഗൃഹസ്ഥ. ഗൃഹസ്ഥ എന്ന് വെച്ചാൽ മാരീഡ് ആയിട്ടുള്ള മാരീഡ് പേഴ്സൺ എന്നുള്ള അർത്ഥം. അത് കഴിഞ്ഞിട്ടാണ് വാനപ്രസ്ഥം. വാനപ്രസ്ഥം എന്ന് പറയുമ്പോൾ അയാള് മെന്റലി തയ്യാറെടുക്കുകയാണ് എൻ്റെ അറ്റാച്ച്മെന്റിൽ നിന്നും, ഫാമിലി അറ്റാച്ച്മെന്റിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള തയ്യാറെടുപ്പ്. ഓക്കെ, വി ക്യാൻ, അതിനെ നമ്മൾ വേണമെങ്കിൽ പറയാം റിട്ടയർഡ് ലൈഫ് എന്ന്. അതിനുശേഷമാണ് നമ്മൾ സന്യാസത്തിലേക്ക്, അതായത് പ്യുവറായിട്ടും നമ്മളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ അറ്റാച്ച്മെന്റും തീർത്ത് ഈശ്വരനിൽ ലയിക്കാൻ തയ്യാറെടുക്കുന്ന അങ്ങനത്തെ ഇത്. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ വർണ്ണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഹിന്ദുയിസത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണൻ, വേദങ്ങൾ പഠിപ്പിക്കുന്ന ഗുരു, ക്ഷത്രിയൻ, രാജധർമ്മം നോക്കുന്ന ഒരു രാജാവ്. ക്ഷത്രിയന്മാരാണ് രാജാക്കന്മാര്. കാരണം അവർക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, യോദ്ധാവായിരിക്കും. അവർക്ക് ഫൈറ്റ്, അവന്റെ താഴെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ധർമ്മം ക്ഷത്രിയനുണ്ട്. അപ്പോൾ അവിടെ യോദ്ധാവായിരിക്കണം. പിന്നെ പറയുന്നത് വൈശ്യ എന്ന് പറയുമ്പോൾ അവിടെ അവര് ഏത് കാലഘട്ടത്തിൽ താമസിക്കുന്നോ അവിടെ ഉള്ള അവർക്ക് വേണ്ടതൊക്കെ എക്സ്പ്ലെയിൻ, വാങ്ങലും കൊടുക്കലും ചെയ്യുന്ന ബിസിനസ്സുകാരൻ. 4മത്തതാണ് ശൂദ്ര. ഈ മേലെ പറഞ്ഞിട്ടുള്ള 3 വർണ്ണങ്ങളെയും വേണ്ട മീനിയൽ ജോബ് ചെയ്യുന്നവരാണ് ശൂദ്രന്മാര്, അല്ലെങ്കിൽ ബാക്കിയുള്ള ജോലികൾ ചെയ്യുന്നത്. ഇതും നമ്മൾ 4 വേദം, 4 വർണ്ണം,
അത് കഴിഞ്ഞിട്ട് 4 ജീവിത ടൈം, ഇതും നമ്മൾ ഇതൊക്കെ പഠിച്ചു. ലേറ്റർ വേദിക് പീരീഡിലാണ് കുറച്ചുകൂടെ ഇതിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. അതാണ് ആ സാറാമാനിക് മൂവ്മെന്റ്. അവിടെ എന്താ വെച്ചാല് വേദത്തിനെ കൂടാണ്ട് ഇതൊന്നും ഇല്ലാണ്ടും ജൈനിസത്തിന്റെയും ബുദ്ധിസത്തിന്റെയും ഇൻഫ്ലുവൻസ് കാരണം ആലോചിച്ചിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ജീവിക്കാം എന്നുള്ളത് ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ഡെവലപ്പ് ആകുന്ന ഒരു മൂവ്മെന്റ് ആണ്. അതുകൊണ്ടാണ് അത് അവിടെ അങ്ങനെ പറഞ്ഞത്. വേദം വേണമെന്നില്ല. ബുദ്ധന്റെ കാലഘട്ടത്തിൽ ബുദ്ധഭിക്ഷു എന്നുള്ളത് നമ്മൾ ചണ്ടാള ഭീഷുകിന്റെ ഒക്കെ കഥകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇതെങ്ങനെ വരുന്നു? ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് വരുന്നത് അടുത്ത കാലഘട്ടത്തിൽ വരുന്നത് ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ആണ്. ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് വരുമ്പോഴത്തേക്കും ഈ നേരത്തെ ഞാൻ പറഞ്ഞു അവിടെയും ഇതേമാതിരിയുള്ള അറബ് കൺട്രികളിൽ അല്ലെങ്കിൽ പേർഷ്യൻ കൺട്രികളിൽ അവർക്ക് ഡെവലപ്മെന്റ് ഒരു തോട്ടാണ്. ഇസ്ലാമിക് ഇൻഫ്ലുവൻസിലും പറഞ്ഞിട്ടുള്ള മംഗോൾസ്, ടർക്സ്, അറബ്സ് ഇവരൊക്കെ ഇതിനെ പറ്റിയുള്ള ഒരു തോട്ട് വരുന്നുണ്ട്. സബ് കോണ്ടിനെന്റിലെ ഒരു തോട്ടാണ്. തോട്ട് വരുമ്പോഴത്തേക്ക് ആ കാലഘട്ടങ്ങളിൽ അവര് ഒരു റിലീജിയസ് ലീഡർ അല്ലെങ്കിൽ ഇപ്പൊ ഇന്നലെയാണ് നമ്മുടെ ഇസ്ലാം മതത്തിന്റെ ഒരു വലിയ പെരുന്നാൾ തീർന്നത്. അപ്പൊ വലിയ പെരുന്നാളിൽ പറയുന്നത് ബലി കൊടുക്കുക എന്നാണ്. ബലി കൊടുക്കാൻ തയ്യാറാകുന്ന മനസ്സ്, മകനെ തന്നെ ബലി കൊടുക്കാൻ തയ്യാറാകുന്ന മനസ്സ് വരുന്ന ഒരു ഫാദർ. അപ്പൊ അത്രത്തോളം നമ്മൾ ഈശ്വരനിൽ വിശ്വാസം അർപ്പിക്കുകയും, അപ്പൊ ആ കണ്ടീഷനൻ മനസ്സിന്റെ കണ്ടീഷനാണ് അവിടെ ബലി കൊടുക്കാൻ തക്ക വിധത്തിലുള്ള മനസ്സിനെ മാനസാന്തരപ്പെടുത്തി എടുക്കുക. ഈ പൊളിറ്റിക്കൽ ഇതിനും ഈ റിലീജിയസ് ടീച്ചേഴ്സിന്റെ സംസാരവും അവരുടെ മാനസാന്തരവും കാരണം അത് പൊളിറ്റിക്സിൽ കൂടെ ഇൻവോൾവ് ആവുന്നു. രാഷ്ട്രീയമായിട്ടും അത് കുറച്ച് ഇൻവോൾവ് ആവുന്നു. അങ്ങനെയാണ് ഈ ഓരോ രാജ്യത്തിലും ഓരോ മതത്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ആ മതം എപ്പോഴാണോ ആര്യൻസ് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ട്രേഡിന്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നൊമാറ്റിക് ട്രൈബ്സ് ആണ് മാറി മാറി വന്നുകൊണ്ടിരുന്നു. ലാൻഡ് മാസ് വഴി ഖൈബർ പാസ് ആൻഡ് ബോളാൻ പാസ് വഴി വന്നുകൊണ്ടിരുന്നു. ഇന്ത്യയിലേക്ക് ബിസിനസ്സിന് വേണ്ടി വന്നു. ചൈനയിൽ നിന്ന് സിൽക്ക് മേടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ആ ഇൻഫ്ലുവൻസ് വരവ്, ആർമീസ് വന്നു കൂടെ അവരുടെ. പിന്നെ രാജാവാകുമ്പോൾ എനിക്ക് എൻ്റെ സ്ഥലം വിസ്തീർണപ്പെടുത്തണം എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. അങ്ങനെ വരുന്നിട്ടാണ് മുഗൾ രാജാക്കന്മാരും ഓരോ രാജ്യവും പിടിച്ചടക്കാനായിട്ടും വരുന്നു. പിടിച്ചടക്കാനായിട്ട് വന്ന ശേഷം അവരിൽ അവർ വിശ്വസിക്കുന്ന മതത്തിനെ അത് ഇവിടെ ഏത് സ്ഥലമാണോ അവർ പിടിച്ചടക്കുന്നത് അവിടെ അത് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെയാണ് റിലീജിയസ് തോട്ട്സ് ഒരു സ്ഥലത്ത് ഉണ്ടായ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പടരുന്നതും അവിടെ അത് എസ്റ്റാബ്ലിഷ് ആവുന്നതും. അപ്പോൾ ഈ ആർമി വഴി ഒന്ന്, ബിസിനസ്സുകാർ വഴി വന്ന്, പൊളിറ്റിക്കലായിട്ട് രാജാക്കന്മാർ വരുമ്പോൾ അവര് മതപരമായിട്ടുള്ള ചിന്തകളുള്ള രാജാക്കന്മാരാണെങ്കിൽ ആ മതത്തിനെ ഇവിടെ അല്ലെങ്കിൽ ഏത് രാജ്യമാണോ അവരുടെ കൺട്രോളിൽ വരുന്നത് അവിടെ അത് സ്ഥാപിക്കാൻ വരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈ ബാബറി മസ്ജിദ് ഇഷ്യൂ ഒക്കെ, ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള കാരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നവർ സമയത്ത് ആക്സെപ്റ്റ് ചെയ്തു. അത് ലേറ്റർ ഓൺ ആണ് ഇതിന് പ്രോബ്ലംസ് ആയിട്ട് മാറിപ്പോയത്. സൗത്ത് ഏഷ്യയില് ഈ ഇസ്ലാമിക് ഇൻഫ്ലുവൻസും ലാംഗ്വേജും ഈ ഓരോ സ്ഥലത്തു നിന്ന് മാറി മാറി പല വിധത്തിലുള്ള യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്, കോൺഫ്ലിക്റ്റ് നടന്നിട്ടുണ്ട്. ഇസ്ലാമിക് പ്രോഫറ്റ് മുഹമ്മദ് നബീനെ തന്നെ കല്ലെറിഞ്ഞ് ഓടിക്കുകയും ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പ്രാണ രക്ഷാർത്ഥം മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും എല്ലാ മതത്തിലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിൻ്റെതായ തരത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വേണം അതിനെ പ്രാക്ടീസ് ചെയ്യാൻ. ഇനി
അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ പതുക്കെ നമ്മൾ ബ്രിട്ടീഷ് രാജാക്കൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ട്രേഡേഴ്സ് ഇന്ത്യയിൽ എത്തുന്നത്. ബ്രിട്ടീഷ് ട്രേഡേഴ്സ് അറബ്സിന്റെ പിന്നാലെയോ അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാർ കൂടുതൽ വർഷങ്ങൾ ഇന്ത്യയിൽ ഇരുന്നത് കൊണ്ടാണ് നോർത്ത് ഇന്ത്യ മുഴുവനും മുഗൾ ഇൻഫ്ലുവൻസ് കൂടുതലായിട്ട് കാണുന്നത്. സൗത്ത് ഇന്ത്യയിൽ അത്രയും ഇല്ല, കുറവാണ്. സൗത്ത് ഇന്ത്യയിൽ മുഗൾ ഇൻഫ്ലുവൻസ് കുറവാണ്. നോർത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണാം. അവരുടെ ആർക്കിടെക്ചർ കാണാം, അവരുടെ ഗാർഡൻസ് കാണാം, അവരുടെ സ്ക്രിപ്റ്റ് കാണാം, ഉറുദു ലാംഗ്വേജ് കാണാം, അവരുടെ മ്യൂസിക് കാണാം, ഇഷാര കാണാം. അങ്ങനെ പല വിധത്തിലുള്ള ഇൻഫ്ലുവൻസ് അവരുടെ, കാരണം കൂടുതലായിട്ടുള്ള സ്റ്റേ അല്ലെങ്കിൽ വർഷങ്ങളോളം ബാബർ തൊട്ട് ഔറംഗസീബ് ഇവരിലുള്ള ലാസ്റ്റ് ബ്രിട്ടീഷ് ട്രേഡേഴ്സ് വന്ന് ഇന്ത്യ കൺട്രോൾ ചെയ്യുകയും ഇന്ത്യൻ രാജാക്കന്മാരെ അവരുടെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് അവര് പ്രാധാന്യങ്ങളാകുന്ന സമയം വരെ മുഗൾ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മുസ്ലിം ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇതിന് ശേഷം ഒരു യൂറോപ്യൻ വേവ് ലെങ്ത് വരികയാണ്. ആ യൂറോപ്യൻ ബിസിനസ് ആൾക്കാരുടെ വരവും ഒരു 200 കൊല്ലത്തോളം ഇവിടെ താമസിക്കുകയും അല്ലെങ്കിൽ അവർ ബിസിനസ് നടത്തുകയും അങ്ങനെ ചെയ്തപ്പോൾ അതിന് ഒരു ഐഡന്റിറ്റി ഉണ്ടായി. ഇന്ത്യ മാത്രമല്ല ബിസിനസ് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ വന്ന് ഇന്ത്യ മാത്രമല്ല, ബംഗ്ലാദേശ്, ചൈന, സിലോൺ, നെയ്ബറിംഗ് കൺട്രീസ് എല്ലാമായിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവനും അവര് ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരെ ബിസിനസ് വഴി അവര് കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ആ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമും അല്ലെങ്കിൽ ആ സ്ട്രക്ചറൽ സിസ്റ്റമും ലീഗലായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഇന്ത്യയിലേക്കും മാത്രം അടുത്തുള്ള നെയ്ബറിംഗ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവനും ഇത് കാണാൻ പറ്റുന്നത്. ഇമ്പാക്ട് കൊളോണിയൽ റൂൾ എന്ന് പറയാം. കോളനിയാക്കി മാറ്റി, ഇവിടുത്തെ രാജ്യങ്ങളെ അവരുടെ കോളനിയാക്കി മാറ്റിയപ്പോൾ അതിൻ്റെതായ ഒരു വിഷമുണ്ടായി. ഇത് കൂടാണ്ട് ഈ മൂവ്മെന്റില് നാഷണലിസ്റ്റ് മൂവ്മെന്റും അതിന്റെ പാർട്ടീഷൻ മൂവ്മെന്റും നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്ന ഈ നാഷണലിസ്റ്റ് മൂവ്മെന്റില് ഒരുപാട് നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പല വിധത്തിൽ നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിൽ പഠിച്ചിട്ട് 3 ഫേസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ അവസാനം ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോഴാണ്, നിവർത്തിയില്ലാണ്ട് വരുമ്പോഴാണ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെങ്കിൽ ഡു ഓർ ഡൈ എന്നുള്ള ഒരു പോളിസിയിൽ വരികയും അപ്പോൾ ഇന്ത്യയെ നിർബന്ധമായിട്ടും ഞങ്ങളുടെ ഈ മദർ കൺട്രിയുടെ കൺട്രോൾ മാറ്റണം, ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് കിട്ടണം, സബ് കോണ്ടിനെന്റില് നിങ്ങളുടെ കൊളോണിയൽ ആയിട്ടുള്ള കൺട്രോൾ വേണ്ടാന്ന് നമ്മൾ ഇന്ത്യ ചരിത്രപ്രകാരം ഫ്രീഡം കിട്ടുമ്പോഴാണ് ഈ പാകിസ്ഥാനും പുതിയതായിട്ടൊരു കൺട്രിയും അതിനുശേഷം ബംഗ്ലാദേശ്, അതിനുശേഷം ഭൂട്ടാൻ, ഇതൊക്കെ വരുന്നത് ലേറ്റർ അടുത്ത ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി പൊളിറ്റിക്സ്, സൗത്ത് ഏഷ്യയിലുള്ള പൊളിറ്റിക്സ് എന്താന്ന് വെച്ചാൽ ഓരോ പൊളിറ്റിക്കൽ ഏരിയയ്ക്കും ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്. ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ടും അതിൻ്റെ റിലീജിയസ്, കാസ്റ്റ്, എത്തിക്കൽ, ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റീസ്, ഇതൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രോസസ്സ് റിലീജിയസും കാസ്റ്റും എത്നിക്കും ലാംഗ്വേജും എല്ലാം കൂടെ മേർജ് ചെയ്തിട്ടാണ് പവർ സെൻട്രലൈസേഷൻ. ഒരു പവറിന് ആ പവർ കിട്ടുന്ന പവറും അത് പൊളിറ്റിക്സ് ആണ് അല്ലെങ്കിൽ രാജ്യതന്ത്രം ആണ്. അതങ്ങനെ വെർസറ്റൈൽ ആയിട്ട് ആ രാജ്യത്തിലത്തെ നയതന്ത്രത്തിൽ അത് ഉൾപ്പെട്ട് വരുന്നു. ഇനി ഡിഫറെന്റ് ഫോം ഓഫ് ഗവൺമെന്റ്, പല വിധത്തിലുള്ള ഗവൺമെന്റ്. ഏത് വിധത്തിലുള്ള ഗവൺമെന്റ്? സൗത്ത് ഈസ്റ്റ് ഏഷ്യയില് അവര് ഉദ്ദേശിച്ചത് പാർലമെന്ററി ഡെമോക്രസി. പാർലമെന്ററി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത്. അതിൽ 2 ലെജിസ്ലേച്ചർ ഉണ്ടാവും, ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. ആ ബൈ ക്യാമറൽ എന്ന് പറയുമ്പോൾ ഒന്ന് ഫുൾ, കാരണം ഇവിടെയും പോപ്പുലേഷൻ ആണ് കൂടുതലുള്ളത്, അപ്പോൾ എല്ലാവർക്കും മന്ത്രിമാരാകാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ റെപ്രസെന്റേറ്റീവ് ഒരു ലോക്സഭ ആയിക്കോട്ടെ അല്ലെങ്കിൽ രാജ്യസഭ ആയിക്കോട്ടെ, നമ്മളുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് നമ്മൾക്ക് വേണ്ടി ഭരിക്കുന്നത്. അതിനാണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ഈ ബൈ ക്യാമറൽ ലെജിസ്ലേഷൻ വഴി നമ്മളാണ് സെലക്ട് ചെയ്ത് അയക്കുന്നത്. അവരാണ് നമ്മൾക്ക് വേണ്ടി
ഭരിക്കുക, നമ്മളെ ഭരിക്കാൻ നമ്മൾ അവർക്ക് പെർമിഷൻ കൊടുക്കണം. രാജാവിന് വേറെ പണ്ട് കാലത്തുണ്ടായിരുന്ന രാജഭരണം, രാജാവ് നല്ല രാജാവായാലും ശരി ചീത്ത രാജാവായാലും ശരി, രാജാവിന്റെ മകൻ അടുത്ത മൂത്ത മകനായിരിക്കും അടുത്ത രാജാവ്. അതവിടെ മൊണാർക്കി. പിന്നെ വരുന്നത് ഡിക്റ്റേറ്റർഷിപ്പ്, മിലിറ്ററി ഹെഡ് റൂളിംഗ് ചെയ്യുമ്പോൾ ഡിക്റ്റേറ്റർഷിപ്പ്. പിന്നൊന്ന് നമുക്ക് വേണമെങ്കിൽ ഒളിഗാർക്കി, പണമുള്ള റിച്ച് ആയിട്ടുള്ളവരെ കൺട്രോൾ ചെയ്യുക, ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യുക, അത് ഒളിഗാർക്കി എന്ന് പറയും. ഡെമോക്രസിയാണ് ഏറ്റവും നല്ല ഒരു ഫോം ഓഫ് ഗവൺമെന്റ്. അത് പരമ്പരയായിട്ട് കാരണം. പിന്നെ നമുക്ക് കാണാവുന്നത് പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്. ആ പ്രസിഡൻഷ്യൽ സിസ്റ്റം വഴി എക്സിക്യൂട്ടീവ് ഹെഡിനെ തെരഞ്ഞെടുത്ത് ആ ഫോം അവിടെ കൊണ്ടുവരുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് വെച്ചാൽ എന്താണ്? ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് വെച്ചാൽ മൊണാർക്കീനെ, തെരഞ്ഞെടുത്ത മൊണാർക്കീനെ അല്ലെങ്കിൽ രാജഭരണത്തിനെ, രാജാവ് ഇപ്പൊ ബ്രിട്ടനില് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിരുന്നു. മൊണാർക്ക് അല്ലെങ്കിൽ രാജ്ഞി അല്ലെങ്കിൽ രാജാവ് അവിടെ ഉണ്ടാകും. പക്ഷെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത് പാർലമെന്റലി അവരെ എലക്ട് ചെയ്ത പ്രൈം മിനിസ്റ്റർ ആയിരിക്കും പവർ കൂടുതൽ. മൊണാർക്ക് എന്ന് പറഞ്ഞാൽ ആ രാജാവിന്റെ മേധാവിത്വത്തിന് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് ആ രാജവാഴ്ച നിലനിർത്തിക്കൊണ്ട് പാർലമെന്ററി സിസ്റ്റം കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുന്നത്. ഇവിടെ ലോങ് പീരീഡിൽ മിലിറ്ററി റൂളിൽ നമ്മൾ കണ്ടായിരുന്നു. അതിന് ശേഷവും നേപ്പാളിലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരിക്കും, നേപ്പാളിലും മൊണാർക്കി ഉണ്ടായിരുന്നു. അതേമാതിരി ഇപ്പൊ ശ്രീലങ്കയിൽ എന്താ നടക്കുന്നത്? അപ്പോൾ ഈ ഗവൺമെന്റിന്റെ തെറ്റുകൾ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവര് റെബല്യസ് ആവും, അവര് റിയാക്ട് ചെയ്യും. ഇന്ത്യ ഗവൺമെന്റ് ഫോളോ ചെയ്ത ഗവൺമെന്റ് ഫെഡറൽ ക്യാരക്ടറാണ്. ഇവിടെ എന്താണ് പവർ? സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുള്ള പവറാണ്. പാർലമെന്ററി സിസ്റ്റമാണ്. അതിൽ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ്, എല്ലാ സ്ഥലങ്ങളിലുള്ള അവർക്ക് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. കേരള സ്റ്റേറ്റ് ഉണ്ട്, തമിഴ്നാട് സ്റ്റേറ്റ് ഉണ്ട്, ആന്ധ്ര സ്റ്റേറ്റ് ഉണ്ട്. അവർക്ക് അവരുടേതായ ഒരു ഗവൺമെന്റ് ഉണ്ട്, അവരുടേതായ ചില എലക്ഷൻസ് നടക്കുന്നുണ്ട്, അവരുടേതായ ചീഫ് മിനിസ്റ്റർ ഉണ്ടാവും. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് പറയുമ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും തലപ്പത്ത് ഒരു സെൻട്രൽ ഗവൺമെന്റ്. ആ സെൻട്രൽ ഗവൺമെന്റിനെയാണ് നമ്മൾ ഇന്ത്യയിൽ പറയുന്നത് രാജ്യസഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയും. ലോക്സഭ എന്ന് പറയുന്നത് ലോവർ ഹൗസ്. നമുക്ക് ബൈ ക്യാമറ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ 2 എണ്ണം ഉണ്ട്. ബൈ എന്ന് വെച്ചാൽ 2. ഏറ്റവും പവർ കൂടുതലുള്ളത് ലോവർ ഹൗസ് ആണ്, ലോക്സഭയാണ്. അത് പ്രൈം മിനിസ്റ്ററിന്റെ ക്യാബിനറ്റ് മെമ്പേഴ്സും ഈ പാർലമെന്റിന് ഉത്തരം പറയണം. കാരണം അവർ അക്കൗണ്ടബിൾ ആണ് ഇതിനൊക്കെ. അങ്ങനെയാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സിസ്റ്റം വന്നിട്ടുള്ളത്. പാകിസ്ഥാൻ ഗവൺമെന്റിൽ ഒരു പാർലമെന്ററി ബൈക്യാമറൽ വന്നു എങ്കിൽ കൂടിയും അപ്പർ ഹൗസും നാഷണൽ ലെവലില് ലോവർ ഹൗസും ഉണ്ട്. ഇനീഷ്യൽ സ്റ്റേജസില് പകുതി പ്രസിഡന്റ് പകുതി ഗവൺമെന്റ് അങ്ങനെ കൊണ്ടുവന്നിരുന്നു. മിലിറ്ററി റൂളാണ് കൂടുതൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് പിന്നെ അത് കുറച്ച് 2010 അത് മാറ്റി എഴുതുകയും കുറച്ചുകൂടെ കുറയുകയും ചെയ്തു. ഇനി ബംഗ്ലാദേശിന്റെ ഗവൺമെന്റ് എന്താന്ന് വെച്ചാല്, ബംഗ്ലാദേശിലെ ഒരു ചെറിയ കൺട്രിയാണ്, യൂണിക്യാമറൽ, അതായത് ഒരൊറ്റ ഹൗസേ ഉള്ളൂ. ജാത്യ സമാത്ത് പറയുന്ന അത് ഒരു ഹൗസ് 2 ഹൗസ് ഇല്ല അവിടെ പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ക്യാബിനറ്റും അവരുടെ പ്രസിഡന്റും കൂടിയാണ് ഭരിക്കുക. യൂണിക്യാമറൽ ലെജിസ്ലേച്ചർ. ഇവിടത്തെ ഇലക്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ ഓരോ ഡിസ്ട്രിക്റ്റിനെയും ബേസിക്സ് പോപ്പുലേഷൻ അനുസരിച്ചിട്ട്, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നാളെ പഠിക്കുന്നതായിരിക്കും. ഈ ഒരു ഡിസ്ട്രിക്റ്റിൽ എത്ര ആൾക്കാരുണ്ടോ അത്ര ആൾക്കാരെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർക്ക് അവരുടെ എലക്ഷൻ നിൽക്കാനുള്ള കാൻഡിഡേറ്റിന്റെ സീറ്റ്സ് കിട്ടുക. അപ്പോൾ ആ സീറ്റിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പോപ്പുലേഷൻ അനുസരിച്ചിട്ട് വരുമ്പോൾ, അതുകൊണ്ടാണ് അവിടെ 2 ബൈക്യാമറൽ വരാത്തതിന്റെ കാരണം പോപ്പുലേഷന്റെ റേഷ്യോ നോക്കിയിട്ടാണ് സീറ്റ്സ് അലോട്ട്മെന്റ് വരുന്നത്. അപ്പോൾ ആ സീറ്റ് വരുമ്പോഴത്തേക്കും അങ്ങനെ വരുമ്പോൾ 2 ഹൗസ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കുറവായത് കൊണ്ടാണ്
അവിടെ യൂണിക്യാമറലായിട്ട് ജാതീയ സൻസംഗ് എന്ന് വെച്ചാൽ ഒരു പാർട്ടി ലെജിസ്ലേച്ചർ എന്നാണ് അർത്ഥം. അപ്പൊ അവിടെ പ്രൈം മിനിസ്റ്ററിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നേരിട്ടാണല്ലോ വരുന്നത്. ക്യാബിനറ്റ് അത് മെയിൽ പ്രൈം മിനിസ്റ്റർ ആയാലും കൊള്ളാം, ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ആയാലും കൊള്ളാം, അവരെ സപ്പോർട്ട് ചെയ്യാൻ പ്രൈം മിനിസ്റ്റർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓരോ ക്യാബിനറ്റിലും മിനിസ്റ്റേഴ്സ് ഉണ്ട്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഓരോ മിനിസ്റ്റേഴ്സിനും ഓരോ ഏരിയ അലോട്ട് ചെയ്തിട്ട് അവരുടെ പോർട്ട്ഫോളിയോ അലോട്ട് ചെയ്യും. അതിന് ആ ഭാഗത്തിന് അവര് റെസ്പോൺസിബിൾ ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. അങ്ങനെയാണ് ബംഗ്ലാദേശ് ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നേപ്പാൾ ഗവൺമെന്റില് നേരത്തെ ബൈക്യാമറലായിരുന്നു. അവിടെ ഫെഡറൽ പാർലമെന്റ് കൊണ്ടുവന്നതിൽ കൂടിയും റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് എലക്ഷൻസ് നടത്തി. അത് ചെറിയ ചെറിയ കൺട്രികളായിട്ട് കിടക്കുകയായിരുന്നു. 7 പ്രോവിൻസസ് ആയിരുന്നു. അതിനെ ഒരു അസംബ്ലി, നാഷണൽ അസംബ്ലി ആക്കി കൊണ്ടുവന്ന് ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ടാക്കി ആ കോളേജ് വഴി എലക്ഷൻ നടത്തി അവരുടെ ബൈക്യാമറയിലേക്ക് ആൾക്കാരെ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിനെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഈ അസംബ്ലിയിൽ വരുമ്പോഴത്തേക്കും ബൈക്യാമറ രണ്ടാണ്. ഈ രണ്ടിൽ കൂടെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ എലക്ഷൻ എടുക്കുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്നു. ആ വോട്ട് നമ്മുടെ അസംബ്ലിയിലുള്ള മന്ത്രിയായിട്ട് മാറുന്നു. ആർക്കാണോ കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ പെർസെൻറ്റേജ് കിട്ടുന്നത് അവർക്കായിരിക്കും ഭരിക്കാനുള്ള അധികാരം കിട്ടുക. അങ്ങനെയാണ് അവിടെ ഗവൺമെന്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്, കേരള അസംബ്ലി ഫോം ചെയ്യുന്നത്. ഇതേമാതിരി തന്നെ ഇവിടെ റെപ്രസെന്റേറ്റീവ്സ് ഡയറക്റ്റ് എലക്ഷൻ നടത്തി ഓരോ പ്രോവിൻസിൽ നിന്ന് അവരെടുത്തിട്ടാണ് ഇലക്ട്രൽ കോളേജ് വഴി വന്ന് ആ ഇലക്ട്രൽ കോളേജിൽ നിന്ന് രാജ്യസഭ അല്ലെങ്കിൽ അപ്പർ ഹൗസിലേക്ക് ആൾക്കാർ പോകുന്നത്. ഇനി പ്രസിഡന്റിന്റെ ക്രിയേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ ഈ നേപ്പാളിലെ രാജഭരണമായിരുന്നു, ആദ്യകാലത്തെ രാജഭരണമായിരുന്നു. ആ രാജഭരണത്തിനെ വേണ്ടാന്ന് വെക്കുകയും അല്ലെങ്കിൽ രാജാവിന്റെ ഭരണം നിർത്തലാക്കുകയും ഒരു ടെമ്പററി ആയിട്ട് ഗവൺമെന്റ് കൊണ്ടുവരികയും അതിനുശേഷം അതിനെ സാക്ഷ്യപ്പെടുത്താണ്ട് വന്ന് അവർ പിന്നെ പ്രൈം മിനിസ്റ്റർ ആണ് ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് വരികയും കോൺഫിഡൻസ് കിട്ടിയാൽ മാത്രം എത്രത്തോളം മെജോറിറ്റി സപ്പോർട്ട് ഉണ്ടോ ആ പ്രൈം മിനിസ്റ്ററിന് ആ പൊസിഷനിൽ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എന്നുള്ള ലെവലിൽ ആ പ്രൈം മിനിസ്റ്റർ പോകണമെന്നുണ്ടെങ്കിൽ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് മെജോറിറ്റി കിട്ടിയിരിക്കണം. അത് അവിശ്വാസ പ്രമേയം നടത്തുക എന്ന് പറയും. എന്നെ വിശ്വാസമുള്ളവർ എത്ര പേരുണ്ടെന്ന് നമ്മൾ അറിയുന്നു. അതിനാണ് അവിശ്വാസ പ്രമേയം നടത്തി കോൺഫിഡൻസ് ആൾക്കാരുടെ മെജോറിറ്റി കിട്ടിയാൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഈ ഗവൺമെന്റിന്റെ ഫോർമേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതും. ഈ നേപ്പാൾ ഗവൺമെന്റിലും മാറി മാറി വന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അവര് നേപ്പാളി നമ്മുടെ കൊയ്രാള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീഡർഷിപ്പ്, ആ ലീഡർഷിപ്പ് മാറുകയും പിന്നെ പ്രൈം മിനിസ്റ്റർ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ശ്രീലങ്കൻ ഗവൺമെന്റ്. ശ്രീലങ്കൻ ഗവൺമെന്റിൽ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഒരു സെമി എക്സിക്യൂട്ടീവ് പ്രസിഡൻസി. അത് എപ്പോഴാണ് ചെയ്യണമെന്ന് വെച്ചാൽ 1978 കോൺസ്റ്റിറ്റ്യൂഷനില് അത് ഭണ്ഡാരനായികയുടെ ഒക്കെ കാലഘട്ടത്തിൽ അത് മെയിൽ പ്രസിഡന്റ് ആയാലും കൊള്ളാം, ഫീമെയിൽ പ്രസിഡന്റ് ആയാലും കൊള്ളാം, പവർഫുൾ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഈ ശ്രീലങ്കയെ പറയുമ്പോഴും നമുക്ക് ശ്രീലങ്കയുടെ സൈസ്, പോപ്പുലേഷൻ ആൻഡ് ലാൻഡ് വളരെ കുറവായതുകൊണ്ടും അവിടെ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ കൊണ്ടുവന്നു ആദ്യകാലങ്ങളിൽ. അതിനെ പിന്നെ യൂണിക്യാമറലാക്കി മാറ്റി, പിന്നെ സെനറ്റിനെ അബോളിഷ് ചെയ്തു, പിന്നെ നാഷണൽ സ്റ്റേറ്റ് അസംബ്ലി കൊണ്ടുവന്ന് അങ്ങനെ ഒരു വർക്ക് ശ്രീലങ്കൻ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ശ്രീലങ്കന്റെ അടുത്ത രാജ്യമായ നമ്മുടെ ഇന്ത്യ ചരിത്രമാണ്. നമ്മൾക്ക് നേരത്തെ കാലഘട്ടങ്ങളിൽ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ആർമീസ് ഇവിടെ നിന്ന് തമിഴില്ലം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായി ശ്രീലങ്കയിൽ. അപ്പോൾ ഇന്ത്യൻ സോൾജേഴ്സ് അവിടെ ചെല്ലുകയും അവര് കൺട്രോൾ ചെയ്യുന്ന ശ്രീലങ്കൻ ഗവൺമെന്റും സിംഗളീസും തമിഴ് ആൾക്കാരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അതിനെയാണ് തമിഴ് ഇല്ലം എന്നുള്ള ഒരു സിസ്റ്റം വരുന്നു, അവിടെ ഒരു ഫൈറ്റ് വരുന്നു. ആ സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് നെയ്ബർഹുഡ് എന്നുള്ള ലെവലിൽ ഇന്ത്യൻ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ പോകുമ്പോഴാണ് രാജീവ് ഗാന്ധിനെ ഒരു ശ്രീലങ്കൻ ആർമി മെൻ ഹിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതും ലേറ്റർ ഓൺ
അവർ കാലശേഷം അവർക്കുള്ള ആർമീസിന്റെ മിസ്ബിഹേവിയർ എന്നാണ് പറയുന്നത്. എന്താണ് കാര്യം നമുക്ക് സ്ഥിരമായിട്ട് അറിയില്ലെങ്കിൽ കൂടെയും രാജീവ് ഗാന്ധിനെ വധിക്കാനുള്ള ലെവലിലേക്ക് വരെ ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ ആൾക്കാർ പോയി ചേർന്നു. അപ്പോൾ ഈ ഓരോ നെയ്ബർ സൗത്ത് ഈസ്റ്റ് ഏഷ്യയില് ഞാൻ പറയുന്നത് ഓരോ സ്റ്റേറ്റിലും അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട്, അതിൻ്റെതായ ഗവൺമെന്റ് ഉണ്ട്, അതിൻ്റെതായ ഗവൺമെന്റിന്റെ സൊല്യൂഷൻസും അവർ തന്നെ കണ്ടുപിടിക്കണം. അപ്പോഴേ പറ്റുള്ളൂ. ഇതിപ്പോ ഇന്നലത്തെയും പേപ്പറിൽ ഞാൻ കണ്ടു, ശ്രീലങ്കന്റെ ഗവൺമെന്റിന്റെ പ്രസിഡന്റിന്റെ വീട് വരെ ആൾക്കാർ കയറിയും. ന്യൂസ് പേപ്പർ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ശ്രീലങ്കൻ ഗവൺമെന്റ് ഇപ്പൊ പ്രസിഡന്റിനെ കാണാനില്ല, പ്രസിഡന്റിനെ ആൾക്കാരെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് അവരുടെ ആർമി മാറ്റിയതാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ജനസമൂഹം പ്രസിഡന്റിന്റെ വീട് കയ്യേറുകയും അവിടെ താമസിക്കുകയും അവിടുത്തെ ഡ്രസ്സുകൾ എടുത്ത് ഉപയോഗിക്കാൻ വിളിക്കുകയും അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ, കാരണം ഒരു ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ജനങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അല്ലെങ്കിൽ അധികാര ഭ്രമം ഇല്ലാണ്ട് ഭരിച്ചാൽ ഇത്രത്തോളം ഒരു എന്താ പറയാ, ഒരു വെറുപ്പ് വരാനുള്ള സാധ്യത കുറവായിരിക്കും. ഇനി മാൽദീവ്സ്, അടുത്തത് ഐലൻഡ് ആണ് മാൽദീവ്സ് ഗവൺമെന്റ്. അവിടെ നമ്മൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ആയിരുന്നു, യൂണികാമറൽ ലെജിസ്ലേച്ചർ, അതായത് ഒരൊറ്റ ഒരു ഹൗസ്. അവരുടെയും പ്രസിഡന്റ് മാൽദീവ്സിലും ഇതേമാതിരി തന്നെ. ഈ മാൽദീവ്സിന്റെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് വരുന്നത് ട്രേഡിന് അതുവഴി പോകാൻ പറ്റും. ബ്രിട്ടീഷുകാരുമായിട്ട് ബ്രിട്ടീഷ് കപ്പലുകൾക്ക് വഴിയിട്ടുള്ള ഒരു സംബന്ധം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ മാൽദീവ്സിലും പ്രസിഡൻഷ്യൽ ഫോം ഗവൺമെന്റ് കൊണ്ടുവന്നിട്ട് യൂണികാമറൽ ലെജിസ്ലേച്ചർ വഴി പ്രസിഡന്റിന് സ്ഥാനം കൊടുത്ത് കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ പ്രസിഡന്റ് കൺട്രോൾ ചെയ്യുമ്പോൾ ഗവൺമെന്റ് പ്രസിഡന്റ് ഡിസൈഡ് ചെയ്യുന്നതല്ലേ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ പിന്നെ ലേറ്റർ ഓൺ നമ്മൾ കാണുന്നത് അടുത്ത സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ അടുത്ത നേഷനാണ് ഭൂട്ടാനില് ബൈക്യാമറൽ സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. അതിനെ നാഷണൽ കൗൺസിൽ വഴി കൊണ്ടുവന്ന് ലോവർ ഹൗസിൽ കൊണ്ടുവന്നു, പിന്നെ മാറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി കൊണ്ടുവന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി എന്ന് പറയുമ്പോൾ പവർ അവിടെ ഉണ്ട്, രാജാവിന്റെ സ്ഥാനം അവിടെ ഉണ്ട്, പക്ഷെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ക്യാബിനറ്റ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പല വിധത്തിലുള്ള ഡൈവേഴ്സിറ്റി ഉള്ള ഗവൺമെന്റുകൾ പ്രാക്ടീസ് ചെയ്താണ് വന്നിട്ടുള്ളത്. പൊളിറ്റിക്കൽ പാർട്ടീസും പല വിധത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഇവിടെ ഉണ്ടാകുകയും പ്രാക്ടീസ് ചെയ്യുകയും പ്രോ നാഷണലിസം കൊണ്ടുവരികയും അതിനുശേഷം അവര് നേഷന്റെ തന്നെ പുതിയതായിട്ടുള്ള നാഷണൽ ലീഡേഴ്സ് വരെയും ചെയ്യുന്നുണ്ട്. വേരിയസ് പാർട്ടീസ് ഇന്ത്യയിലായാലും ശരി, നെയ്ബർഹുഡായ സിലോൺ ആയാലും ശരി, ബംഗ്ലാദേശ് ആയാലും ശരി, പല പാർട്ടീസ്, പല വിധത്തിലുള്ള വിചാരങ്ങളുള്ള പാർട്ടീസ് വരുന്നു. പാകിസ്ഥാനിലും ഇതേമാതിരി പാർട്ടീസ് മാറി മാറി വരുന്നുണ്ട്, ശ്രീലങ്കയിലും പാർട്ടീസ് മാറി വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ പാർട്ടികൾ മാറി മാറി വന്ന് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് നമുക്ക് പൊളിറ്റിക്കൽ ഐഡിയോളജിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഫാമിലി പോളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മള് നെഹ്റു ഫാമിലി പോളിറ്റിക്സ് ഉണ്ട്, ശ്രീലങ്കയിലുണ്ട്, അതേമാതിരി നേപ്പാളിലുണ്ട്, കൊയ്രാള ഫാമിലീസ് ഉണ്ട്. ഫാമിലി പോളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഫാദറിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് സൺസോ ഡോട്ടേഴ്സോ വരിക. നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി വന്നു, ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധി വന്നു. അപ്പോൾ അവിടെ എന്താ പറയാ, നമ്മള് ഡെമോക്രസീന്റെ ഒരു ഷോർട്ടേജ് അവിടെ കാണുന്നു. ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാണുന്നതാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടില്ല. അതാണ് ഈ ഫാമിലി പോളിറ്റിക്സിനെ പറ്റി എത്ര അഭിപ്രായം ഇല്ലാത്തത്. ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാല് ഇതില് ബേസ് ആയിട്ട് റിലീജിയൻ, പൊളിറ്റിക്സ്, പോളറൈസേഷൻ ടാർഗറ്റ് ചെയ്യുന്നു, ഓരോരുത്തരായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ് ഈ മൈനോറിറ്റി പാർട്ടിയും മെജോറിറ്റി പാർട്ടിയായിട്ടുള്ള ഫാക്ടേഴ്സ് വരിക. ഇൻട്രാ റീജിയണൽ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ അകത്തു നിന്ന് വേറെ രാജ്യത്തുള്ള കൊളോണിയൽ കൺസ്ട്രക്ഷൻ വരും, അത് മുഖാന്തരം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യത്യാസങ്ങൾ വരികയും നെയ്ബർഹുഡിലെ ഡിസ്റ്റർബൻസ് വരുമ്പോഴും ഇത് വരും. ഈ കോൺഫ്ലിക്ട്സ് എല്ലാ ഫോറിൻ നാഷണൽസും റിലേഷൻസിലും ഉണ്ടാവുന്നതാണ്. ഇന്ത്യയുടെ റോളില് ഇന്ത്യ എല്ലാ നെയ്ബർഹുഡിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും സഹായ സഹകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. മാൽദീവ്സിന് കൊടുത്തു, ബംഗ്ലാദേശിന് കൊടുത്തു, ശ്രീലങ്കയ്ക്ക് കൊടുത്തു. പക്ഷെ എന്നാലും ഇന്ത്യൻ ഒറിജിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഗ്ലോബൽ ആയിട്ട് ജിയോ പൊളിറ്റിക്സ് നോക്കുമ്പോൾ എല്ലാ വിധത്തിലും റീജിയണൽസ്
ഒറ്റക്കെട്ടാക്കി കൊണ്ടുവരാനായിട്ടാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സൗത്ത് ഏഷ്യ വേൾഡ് വാർ ടൈമിലും കോൾഡ് വേൾഡ് വാർ ടൈമിലും നോൺ അലൈൻമെന്റ് പോളിസി എടുത്തു. സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ആ പോളിസി മുഖാന്തരമാണ് ഇന്ത്യയുടെ ഫ്രാക്ചർ തന്നെ വ്യത്യാസം വന്നത്. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് വളരെ പ്രധാനമുള്ള ഒരു ഏരിയ ആണ്. നന്ദി, നമസ്കാരം.